തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായക വചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, ഞാൻ ബ്രദർ ജോസ് പുലിക്കോട്ടിലാണ്. ഞങ്ങളുടെ മംഗളവാർത്ത ടീമിൻ്റെ റൂഹ അഭിഷേക ധ്യാനം ഈ ജൂൺ മാസം മുതൽ മൂന്നാമത്തെ വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ആരംഭിച്ച് ഞായറാഴ്ച 4 മണിക്ക് പൂർത്തിയാകുന്ന വിധത്തിൽ റൂഹ അഭിഷേക ധ്യാനം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പഴയന്നൂര് കല്ലംകുളം നോർബർട്ട് ധ്യാന കേന്ദ്രത്തിലാണ് ആ ധ്യാനം നടത്താൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിൽ നിന്ന് പഴയന്നൂര് ബസ്സിൽ കയറി കല്ലംകുളം സ്റ്റോപ്പിൽ ഇറങ്ങിയ 2 അടി മുന്നോട്ട് നടന്നാൽ ഈ നോർബർട്ട് ധ്യാന കേന്ദ്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, 48 മണിക്കൂർ കൊണ്ട് ഒരു ആന്തരിക വിശുദ്ധി പ്രാപിക്കാൻ ഈ ധ്യാനം വളരെ ഫലപ്രദമാണ്. നമ്മൾ തിരക്കുള്ളവരാണ്. ആദ്യമൊക്കെ 5 ദിവസം 7 ദിവസമൊക്കെയാണ് ധ്യാനം നടത്തിയത്. പിന്നെ അത് 4 ദിവസമായി, പിന്നെ 3 ദിവസമായി. ഇപ്പം 2 ദിവസം കൊണ്ടാണ് ഒരു ധ്യാനം സംഘടിപ്പിക്കുന്നത്. ഈ 5 ദിവസത്തെ ക്ലാസ്സുകളൊക്കെ ഈ 2 ദിവസം കൊണ്ട് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ പശു പുല്ല് തിന്നുന്നത് തിരക്ക് പിടിച്ചിട്ട് പുല്ല് തിന്നും, എന്നിട്ട് ഏതെങ്കിലും തണലിൽ ചെന്നിട്ട് അയവറക്കും എന്നതുപോലെ നമ്മൾ ക്ലാസ്സുകൾ 13 ക്ലാസ്സുകളും കുമ്പസാരം, കുർബാന, ആരാധന, കൗൺസിലിങ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇന്റർവെല്ലൊന്നും അധികം ഉണ്ടാവില്ല. അപ്പോൾ ആ ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് വിവാഹം കഴിയാത്ത യുവാക്കൾ തൃശ്ശൂർ രൂപതയിലെ കണ്ടമാനം പേരുണ്ട്. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഈ ധ്യാനത്തിൽ പങ്കെടുത്താൽ അധികം വൈകാതെ നിങ്ങൾക്ക് ചേർന്ന ഇണയെ കർത്താവ് തരും. ഇത് ഞാൻ പറയുന്നതല്ല. ബൈബിളില് ഉൽപ്പത്തിയുടെ പുസ്തകം പറയുന്നത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അവന് ചേർന്ന ഇണയെ ദൈവമായ കർത്താവ് തരും. ഇത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. ഇത് നമ്മൾ വിശ്വസിക്കണം. ദൈവത്തിനെ ചെയ്തു തരാൻ കഴിയാത്ത ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ വിവാഹം കഴിയാത്തവരുണ്ടെങ്കിൽ, ജോലിക്ക് തടസ്സമായി നിൽക്കുന്നവര്, വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവര്, വിദേശത്ത് പോകാനായിട്ടുള്ള തടസ്സമുള്ളവര്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ഥലം വിൽക്കാൻ തടസ്സം അനുഭവിക്കുന്നവര്, വീട് വെക്കാനുള്ള തടസ്സം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ധ്യാനത്തിലേക്ക് കടന്നു സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ വന്ന് ആ 2 ദിവസത്തെ ധ്യാനത്തിൽ പങ്കെടുക്കുക. നിങ്ങൾക്ക് യേശുവിന്റെ നാമത്തിൽ ഞാനൊരു ഉറപ്പ് തരാം. ധ്യാനത്തിൽ പങ്കെടുത്ത് നിങ്ങൾ വചനം പാലിച്ച് ജീവിക്കാൻ തയ്യാറായ, അവിടെ പറയുന്ന കാര്യങ്ങളനുസരിച്ച് ജീവിക്കാൻ തയ്യാറായ നിങ്ങളുടെ ആഗ്രഹം കർത്താവ് സഫലീകരിക്കും, യാതൊരു സംശയമില്ല. ഞാനിന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ദശാംശത്തെ കുറിച്ചാണ്. ഇവിടെ ലൂക്കായുടെ സുവിശേഷത്തിലെ 38-ാമത്തെ അധ്യായത്തിൽ ഒരു വചനം ഞാൻ വായിക്കും. കൊടുക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും. എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞിരുന്നേ? അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അളന്ന് കിട്ടുകയും ചെയ്യും. എത്ര മനോഹരമായൊരു വചനാണെന്നറിയും. കൊടുക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും. എങ്ങനെ കിട്ടുന്ന യേശു പറഞ്ഞെ? അമർത്തി കുലുക്കി നിറച്ചളന്ന് കർത്താവ് നിന്റെ മടിത്തട്ടിലിട്ട് തരും. ഞാൻ ഒരിക്കല് 1990 ഏതാണ്ട് ഡിസംബർ മാസത്തില് ഞാൻ പാലയിലുള്ള കൊടുമ്പിടി എന്ന് പറയുന്ന താബോർ പ്രാർത്ഥനാലയം, അവിടെ ഞാനും വേറെ 2 ബ്രദേഴ്സും കൂടി ഞങ്ങൾ ധ്യാനം കൂടാൻ പോയി. അങ്ങനെ ധ്യാനമൊക്കെ നല്ല ധ്യാനമായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ധ്യാനം കഴിഞ്ഞ് മൂവാറ്റുപുഴയ്ക്കുള്ള ബസ്സിൽ അങ്ങനെ കിട്ടിയത്. മൂവാറ്റുപുഴ ഇറങ്ങി KSRTC ബസ്സിലേക്ക് കയറണമെങ്കിൽ കുറച്ച് ദൂരം നടക്കണം. അങ്ങനെ ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു ചെറിയൊരു ഹോട്ടൽ കണ്ടു. അപ്പം ഞങ്ങൾക്ക് 3 ആൾക്കും ഹോട്ടലിൽ നിന്ന് കയറി എന്തെങ്കിലും കഴിക്കണമെന്ന് ഒരേ സമയം ഒരേ ആഗ്രഹം. അപ്പം ഞാൻ പറഞ്ഞ് കഴിച്ചിട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ 3 ആൾ കയറി ചെറിയൊരു മേശയ്ക്ക് ചുറ്റും ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മുന്നിലത്തെ കസേര കാലിയ, 4 പേർക്ക് ഇരിക്കേണ്ട ടേബിളാണ്. എൻ്റെ വലതു ഭാഗത്ത് ഒരു ബ്രദറുണ്ട്. ആ ബ്രദറിന് മുമ്പിൽ മറ്റൊരു ബ്രദറുണ്ട്. ആളിപ്പോൾ ഒന്ന് ലോകപ്രശസ്തനായ ശുശ്രൂഷകനാണ്, ജോസ് താഞ്ചൻ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരിരുന്നു. അപ്പോൾ എൻ്റെ മുന്നിൽ ഒരു 12 വയസ്സായ ഒരു ആൺകുട്ടി വർക്ക്ഷോപ്പിൽ പണിയെടുക്കുന്ന, സ്കൂളുള്ള ടൈമാണ്. അപ്പോൾ അവൻ സ്കൂളിൽ പോകാൻ മാർഗമില്ലാത്ത കാലം കൊണ്ട് വർക്ക്ഷോപ്പിൽ മെക്കാനിക്കൽ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുക. അപ്പോൾ അവൻ്റെ കയ്യിലും കാലിലൊക്കെ ഓയിലും ഗ്രീസും ഒക്കെ കാണാൻ, ഡ്രസ്സിലൊക്കെ. അങ്ങനെ ഞങ്ങൾ 4 പേരിരുന്നപ്പോൾ സപ്ലൈ ചെയ്യുന്ന ആൾ വന്നിട്ട് ചോദിച്ചു, മക്കളെ സാറുമാരെ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞേ 3 പൊറോട്ട, ഒരു ബീഫ് കറി, ചായ, ചുടുവെള്ളം. ആ മോനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു 2 പൊറോട്ടയും ഇത്തിരി സാമ്പാർ, ചുടുവെള്ളം എന്ന്.
അവന് ഇറച്ചിയും വേണ്ട, ചായയും വേണ്ട, കാശില്ല. അതിന് ഞങ്ങൾക്ക് 4 പേർക്കുകൾ കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന 2 ബ്രദേഴ്സ് അവര് അവിടെ നടന്ന ധ്യാനത്തിന്റെ കാര്യങ്ങളിൽ അവര് വളരെ ശ്രദ്ധാലുക്കളായിട്ടിരിക്കുക. എന്നിട്ട് അവരെ ചർച്ച ചെയ്യണം ഓരോന്ന്. അപ്പൊ എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടീനെ ഞാൻ മാത്രമേ കണ്ടുള്ളൂ, ഇവരൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അതിന് അവൻ പൊറോട്ടയും സാമ്പാറിൽ നോക്കി കഴിക്കാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ ബീഫ് കറി ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ അവൻ കഴിക്കുന്ന നോക്കിയിരിക്കുക. അവന്റെ പ്രായത്തിലുള്ള ഒരു മകൻ എനിക്ക് എൻ്റെ വീട്ടിലുണ്ട്. നമ്മൾ എന്തോരം ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചാൽ അവസാനം അടി കൊള്ളാതെ ഒരു ഭക്ഷണം കഴിച്ച് തീർക്കാറില്ല. പക്ഷെ ആ മകൻ വളരെ സ്നേഹത്തോടെ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അവനോട്, ഞാൻ ധ്യാനം കൂടി വരല്ലേ, എനിക്ക് അവനോടൊരു സ്നേഹം കരുണയൊക്കെ തോന്നി. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, മോനെ ചേട്ടൻ കുറച്ച് ഇറച്ചി തരട്ടെ എന്ന് ചോദിച്ചു. ഇത്തിരി പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു വേണ്ട. ഞാൻ പ്രതീക്ഷിച്ചത് അവൻ മുഴുവൻ ചോദിക്കുന്നത് വിചാരിച്ചു. അവൻ പറഞ്ഞത് വേണ്ട, ചേട്ടൻ പൈസ കൊടുത്ത് മേടിച്ചല്ലേ, ചേട്ടൻ കഴിച്ചു, എനിക്കിത് മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു വചനം ഓർക്കുകയാണ്, ഉള്ളത് കൊണ്ട് തൃപ്തി അടയുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. പ്രൈസ് ദി ലോർഡ്. ഉള്ളത് കൊണ്ട് തൃപ്തി അടയുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. അപ്പൊ ഞാൻ അവന്റെ പേര് ചോദിച്ചില്ല, അവന്റെ ജാതി ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. പക്ഷെ അവന്റെ മറുപടിയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അവൻ നല്ലൊരു ക്രിസ്ത്യാനി കുടുംബത്തിൽ പറഞ്ഞവനാണെന്ന്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് അവന് ഈ ഇറച്ചിക്കറി കുറച്ച് കൊടുക്കണം. ഞാൻ ആ പ്ലേറ്റ് കയ്യിലെടുത്തിട്ട് അവന്റെ അനുമതി ഇല്ലാതെ ഞാൻ പകുതി ഇറച്ചിക്കറി അവന്റെ പ്ലേറ്റിലേക്ക് ഇടണം. അപ്പൊ അവൻ കൈ കൊണ്ട് തടഞ്ഞു. പക്ഷെ ഈ ഇറച്ചി പീസൊക്കെ ഈ കൈന്റെ വിരലിന്റെ ഉള്ളിലൂടെയൊക്കെ അവന്റെ പ്ലേറ്റിൽ കൊടുക്കും. അങ്ങനെ അവൻ അത് മുക്കിയിട്ട്, ഇറച്ചിക്കറിയിൽ മുക്കിയിട്ട് പൊറോട്ട കഴിക്കുമ്പോൾ അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്രമാത്രം പണം ഉണ്ടായാലും ആ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. ഞാൻ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു. മാത്രമല്ല പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയായിട്ട് ഞാൻ വന്നിരിക്കുന്നത് ധ്യാനം കൂടിയിട്ട്. അപ്പൊ എൻ്റെ ഈ പ്രവൃത്തി എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന 2 പേര് അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല. അങ്ങനെ ഞാനത് അവന് കൊടുത്തു, സന്തോഷത്തോടെ കൊടുത്തോണ്ട് അവൻ കഴിക്കുന്നു നോക്കിയിരിക്കുകയാണ്. അപ്പൊ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന സഹോദരൻ പറഞ്ഞു, നമ്മള് തൃശ്ശൂര് എത്തിയിട്ടില്ല, നമ്മൾ മൂവാറ്റുപുഴയില, നിങ്ങൾ വേഗം കഴിക്കുന്നു പറഞ്ഞു. അങ്ങനെ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന വർഗീസ് വരെ മകൻ ഒരു കഷ്ണം ബീഫ് വായിലിട്ടു. ഭയങ്കര എരിവാണ്. ഒരു കുക്കറിൽ നിന്ന് ഏറെ പോണ ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ട് പറയാം, ജോസ് ബ്രദറെ ഇത് കഴിക്കാൻ പറ്റില്ല, ഭയങ്കര എരിവാന്ന് പറഞ്ഞിട്ട് ആ പ്ലേറ്റ് ഇറച്ചി എടുത്തിട്ട് എൻ്റെ പൊറോട്ട പാത്രത്തേക്ക് തട്ടാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അവന്റെ മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് കൊടുക്കുകയാണ് ഏറ്റവും എളുപ്പം. 2 പ്ലേറ്റ് തൊട്ട് മുട്ടിട്ടിരിക്കുന്നത്, അതിലേക്ക് ഇടാണ് എളുപ്പം. എന്തുകൊണ്ട് അവന്റെ പ്ലേറ്റിലേക്ക് വിട്ടില്ല? ഞാൻ കൊടുത്തപ്പോൾ കണ്ടിട്ടില്ലേ. അപ്പൊ ഞാൻ കൊടുത്തത് കൊണ്ടാണ് എൻ്റെ പാത്രത്തിലേക്ക് ഒരു പ്ലേറ്റ് നിറച്ച് ഇറച്ചിക്കറി ഇട്ടത്. ഈ സംഭവം എന്നെ വല്ലാതെ സ്പർശിച്ചത്. ഞാൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരയാണ്. ഒരു ഹോട്ടലിൽ കയറി ഞാൻ ഫുൾക്കൈ ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കയറുന്നത്, VIP പോലെയാണ് കയറുന്നത്. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു പൊട്ടിക്കരച്ചു. അപ്പൊ എൻ്റെ അപ്പോഴാണ് ഇവര് ശ്രദ്ധിക്കുന്നത്, എന്താ ജോസ് ബ്രദറെ കരയണം? ഞാൻ പറഞ്ഞു ഒന്നുമില്ല. അപ്പോഴേക്കും കാഷ്യർ വന്നു, സപ്ലയർമാർ വന്നു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഈ കുട്ടി ബാധിച്ചു, എന്താ സംഭവം? അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഞാനിത് ചെയ്തു. ആ പ്രവൃത്തി നിമിത്തമാണ് ഞാൻ 90-91 കാലം തൊട്ട് ഈ 2024 വരെ ഞാൻ നടത്തിയിട്ടുള്ള എല്ലാ ധ്യാനത്തിലും ഈ ദശാംശത്തെ കുറിച്ച് പറയാൻ കർത്താവ് എന്നെ പ്രചോദിപ്പിച്ചു. മാത്രമല്ല, ഞാൻ ആ 91 കാലഘട്ടത്തിൽ ദശാംശം ഇടാനായിട്ട് ഞാൻ ഒരു ചെപ്പ് വാങ്ങിച്ചു. ഒരു 10 രൂപയ്ക്ക് ഇത് നമ്മുടെ വാട്ടർ ടാങ്കിന്റെ കുഞ്ഞു പതിപ്പ് കാശിമുളക്ക് പോലെ അങ്ങനത്തെ ഒരു ചെപ്പ് മേടിച്ചിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. അന്ന് ഞങ്ങൾക്ക് വാടക വീട്ടിലാണ് താമസിക്കുന്നത്, ഒരു ചായ്പില്. അപ്പൊ എൻ്റെ ഭാര്യ ചോദിച്ചു, എന്തിനാ ഈ വാട്ടർ ടാങ്കിന്റെ ചെറുത് മേടിച്ചു? ഞാൻ പറഞ്ഞു അത് കാശ് കൊടുക്കടി, കാശ് കൊടുക്കുക. എന്നിട്ട് അന്ന് എനിക്ക് ജോലിയില്ല, വരുമാനമില്ല. 200 രൂപ ഒരു ചായ്പിൽ താമസിക്കുന്ന എനിക്ക് കൊടുക്കാൻ മാർഗമില്ല, ജോലി വരുമാനമില്ല. എൻ്റെ മക്കൾക്ക് നല്ലൊരു ഭക്ഷണം കൊടുക്കാൻ മാർഗമില്ല, നല്ലൊരു വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ മാർഗമില്ല. സെന്റ് പോൾസ് സ്കൂളിലാണ് പഠിക്കണേ. അവിടുത്തെ കന്യാസ്ത്രീമാരുടെ ഔദാര്യം കൊണ്ടാണ് എൻ്റെ മക്കളൊക്കെ പഠിച്ചത്. അപ്പോ അങ്ങനെ ഒരു ഭയങ്കര കഷ്ടപ്പാടിന്റെ കാലഘട്ടമായിരുന്നത്. അങ്ങനെയുള്ള ഞാൻ ദശാംശം കൊടുക്കാൻ വേണ്ടി ചെപ്പ് മേടിച്ചോണ്ട് എൻ്റെ ഭാര്യ ചോദിക്കുക, എന്ത് വരുമാനം ഉണ്ടായിട്ട്? ഞാൻ പറഞ്ഞു, ഇനി കിട്ടുമ്പോ തീനിന്ന് കിട്ടണ്ട, കിട്ടുമ്പോ തിന്നുന്ന ആൾക്കാരുണ്ട്, കിട്ടാത്തപ്പോ തിന്നണ്ട. എന്നതുപോലെ നമുക്ക് 100 രൂപ കിട്ടുമ്പോൾ 10 രൂപ ഈ ചെപ്പിലിട്ട് വരും. 90 രൂപ നമുക്കുള്ളതാണ്, 10 രൂപ ദൈവത്തിനുള്ളതാണ്. ദൈവത്തിനുള്ളത് ദൈവത്തിനും, മനുഷ്യർക്കുള്ളത് മനുഷ്യർക്കും. അല്ലെങ്കിൽ ബൈബിളിൽ പറയേണ്ട വാക്ക് ഇതാണ്, ദൈവത്തിനുള്ളത് ദൈവത്തിനും, സീസറിനുള്ളത് സീസറിനും. എന്താ ഈ സീസർ? അത് നികുതിയാണ്. ഗവൺമെന്റിനുള്ളത് ഗവൺമെന്റും, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കണം. ഈശോ പഠിപ്പിച്ചത്, ഈശോ തന്നെ നികുതി കൊടുക്കുന്നുണ്ട്. അപ്പോ
ഞാൻ അങ്ങനെ പറഞ്ഞു നോക്കാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെപ്പ് എടുത്ത് വെച്ചു. അവിടുന്ന് 2-3 മാസം കഴിയുമ്പോഴേക്കും എനിക്ക് തൃശ്ശൂരിലെ, അതായത് കുരിയച്ചിറ കഴിഞ്ഞിട്ട് ചെയ്യാറുത്ത്, എനിക്ക് നല്ലൊരു ഫർണിച്ചർ കട ആരംഭിക്കാനായിട്ട് ഒരു നയാ പൈസ മുടക്കാതെ നല്ലൊരു ഫർണിച്ചർ കട തുടങ്ങാനുള്ള ഒരു അഡ്വാൻസും ഓർഡറും ഒക്കെ കിട്ടിയിരിക്കും. ആ പൈസ വെച്ചിട്ടാണ് ഞാനൊരു സ്ഥാപനം തുടങ്ങുന്നത്. അപ്പോൾ ഈ സോഫ സെറ്റൊക്കെ 15,000-20,000 സോഫ സെറ്റൊക്കെ വല്ലപ്പോഴും വിൽക്കും. ആ വിൽക്കുന്ന സോഫ സെറ്റ് 2,000, 1,500, 2,000 ഒക്കെ ദശാംശം ലാഭം കിട്ടും. അപ്പൊ അതിന്റെ ദശാംശം ഞാൻ അതിലിടാൻ തുടങ്ങി. അപ്പൊ ചെപ്പില് 1,000, 2,000, 3,000 ഒക്കെ വന്നു തുടങ്ങി. അപ്പോൾ സഹായം ചോദിച്ചിട്ട് ഒത്തിരി പേര് വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ അവരെ കുറിച്ച് അന്വേഷിക്കും. അങ്ങനെ ഞാൻ അവർക്ക് സത്യമാണെങ്കിൽ ഞാൻ അവിടെ പോയി അന്വേഷിച്ചിട്ട് സത്യമാണെങ്കിൽ ഞാൻ അവരെ സഹായിക്കാറുണ്ട്. അങ്ങനെ ഒരു പ്രവൃത്തി ഞാൻ ചെയ്തു. പക്ഷെ ഇന്ന് വരെ ഈ 35 വർഷത്തിൻ്റെ ഉള്ളില് എനിക്ക് പറയാൻ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ എൻ്റെ പേഴ്സുകൾ, ഞാൻ ബ്രാൻഡ് ഷോപ്പിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ ഗിഫ്റ്റ് കിട്ടും, കോംപ്ലിമെന്റ് കിട്ടും, പേഴ്സുകൾ, ലെതർ പേഴ്സുകൾ. അതിൽ പൈസ വയ്ക്കാൻ കിട്ടാതെ ഞാൻ ശപിച്ചിട്ടുണ്ട്. വർക്കത്തില്ലാത്ത പേഴ്സാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു സാമ്പത്തിക ഭദ്രതയും ഒരു അഭിവൃദ്ധി ഇല്ലാത്ത ഞാൻ ഈ ദൈവവചനം പാലിച്ച് ദശാംശം കൊടുക്കാനായിട്ട് ഞാൻ തുടങ്ങിയ നാൾ മുതൽ ഈ 35 വർഷമായിട്ട് എനിക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാവാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാ? ഞാൻ അന്ന് മുതൽ ഈ പറയുന്ന നിമിഷം വരേക്ക് എനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ, എൻ്റെ മകൻ ഗൾഫിലായിരുന്നു, അവൻ ശമ്പളം അയക്കുമ്പോൾ അതിന്റെ ദശാംശം ഞാൻ ചെപ്പിലിട്ട് വെക്കും. എൻ്റെ വീടിന്റെ മുകളിൽ വാടക വീട്ടുകാരുണ്ടായിരുന്നു, ആ വാടക കിട്ടുമ്പോൾ ഞാൻ ദശാംശം മാറ്റി വയ്ക്കും. അത് ആരെങ്കിലുമൊക്കെ സഹായം ചോദിച്ചു വരുമ്പോൾ ഞാൻ കൊടുക്കും. എൻ്റെ കൈ വരയ്ക്കാറില്ല. ദൈവത്തിനുള്ള ദൈവത്തിന് നമ്മൾ കൊടുക്കും. അത് പാവപ്പെട്ടവരിലൂടെയാണ് കൊടുക്കുക. അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയത് മൂലം എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. 33 വയസ്സ് വരെ പണത്തിന് ഒരു സാധ്യതയില്ല, ഒരു വരുമാനം ഇല്ലാത്ത ഒരാളായിരുന്നു. ഈ ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് ദൈവ അനുഗ്രഹം തരാൻ തുടങ്ങി. ദശാംശം കൊടുക്കുമ്പോൾ കൊടുക്കുന്നതിന്റെ 7 ഇരട്ടിയായി കർത്താവ് തിരിച്ചു തരാന്ന് പറഞ്ഞിട്ട്, അത് ഭയങ്കര ഒരു ക്രിസ്ത്യാനികൾ അത് അനുസരിക്കേണ്ട ഒരു വലിയ വാഗ്ദാനമായ വചനമാണ്. നമ്മൾ 100 ദശാംശം കൊടുത്തു കഴിഞ്ഞാൽ 700 രൂപ കർത്താവ് മടക്കി തരാന്ന് പറയുന്നുണ്ട് ബൈബിളിൽ. അപ്പോ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത് എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്? പ്രഭാഷകന്റെ പുസ്തകത്തിലെ 35-ാമത്തെ അധ്യായം 9 മുതൽ 11 വരെ. കാഴ്ച സമർപ്പിക്കുമ്പോൾ നിന്റെ മുഖം വാടരുത്. സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക. ദൈവം നൽകിയതുപോലെ ദൈവത്തിന് തിരികെ കൊടുക്കുക. കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക. കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്. കർത്താവ് 7 ഇരട്ടിയായി തിരികെ തരുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ അത് നഷ്ടമായിട്ട് കാണരുത്. കൊടുക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ കൊടുക്കണേ, കർത്താവിനെ നമ്മൾ കൊടുക്കണേ. കർത്താവ് ഒരിക്കലും നമ്മുടെ കടക്കാരനായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ കൊടുക്കുന്നതിന്റെ 7 ഇരട്ടിയായി കർത്താവ് തിരിച്ചു തരും എന്ന് പറയുമ്പോൾ ഈ എന്ത് ബിസിനസ് നടത്തിയാലും നശിക്കുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങൾ ഈ വചനം കേട്ടിട്ട് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ 100 രൂപ കിട്ടും, 10 രൂപ വെച്ചിട്ട് നിങ്ങൾ ദശാംശം മാറ്റിവെക്കുക. അങ്ങനെ മാറ്റിവെച്ച് അർഹതപ്പെട്ടവരെ കണ്ടെത്തി കൊടുക്കുക. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും, യാതൊരു സംശയമില്ല. 35 വർഷത്തെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞങ്ങളോട് പറയണേ, നിങ്ങളുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും മാറും. നിങ്ങൾക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയും കർത്താവ് തരും. നിങ്ങൾക്ക് തരുന്ന കാശ് സ്വർഗ്ഗ കവാടം തുറന്നാണ് ദൈവം നിങ്ങളുടെ കയ്യിലിട്ട് തരുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.